Hi, hello, welcome back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് LPSA, UPSA, HSA അതുപോലെ തന്നെ ഫിസിക്സ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ PSC എക്സാമുകൾക്കും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ദെൻ വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചുറ്റുപാടുകൾക്കും സമയത്തിനുമനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. ചലനം അതായത് മോഷൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾക്കും സമയത്തിനുമനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം. ഈ ചലനത്തെക്കുറിച്ചിട്ടുള്ള പഠനം നമ്മൾ പറയുന്നത് ഡൈനാമിക്സ് എന്നാണ്. ചലനത്തെക്കുറിച്ചിട്ടുള്ള പഠനം, ദ സ്റ്റഡി ഓഫ് മോഷൻ, എന്താണ്? ഡൈനാമിക്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ചലനത്തെയും ചലനത്തിന് കാരണമാകുന്ന വസ്തുതകളെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ്. രണ്ടും കൂടി മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ് ആണ്. ചലനത്തെയും ചലനത്തിന് കാരണമാകുന്ന വസ്തുതകളെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡൈനാമിക്സ് എന്ന് പറയുന്നത് മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. ഡൈനാമിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് എന്ന് നമുക്ക് പറയാം. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ചലനത്തെക്കുറിച്ചുള്ള പഠനം, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ചലനത്തെയും ചലനത്തിന് കാരണമാകുന്ന വസ്തുതകളെയും കുറിച്ചുള്ള പഠനമാണ് മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഏതെന്ന് പറയുന്നത്? ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇനി ചലനത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് നിശ്ചലാവസ്ഥ, അല്ലേ? ചലിക്കുമ്പോഴും ചലനം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, അതായത് നിശ്ചലാവസ്ഥ. എന്താണ്? ചുറ്റുപാടുകൾക്കും സമയത്തിനുമനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകാത്ത അവസ്ഥയെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നിശ്ചലാവസ്ഥ എന്ന് പറയുക. അതായത് ചലനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ചലനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചുറ്റുപാടുകൾക്കും സമയത്തിനുമനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം എന്ന് പറയുന്നത്. നിശ്ചലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകൾക്കും സമയത്തിനുമനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിശ്ചലാവസ്ഥ എന്ന് പറയുന്നത്. ഈ നിശ്ചലാവസ്ഥയെ കുറിച്ചിട്ടുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയുക? സ്റ്റാറ്റിക്സ് എന്നാണ് പറയുക. സ്റ്റാറ്റിക്സ്. ചലനത്തെക്കുറിച്ചിട്ടുള്ള പഠനം ഡൈനാമിക്സ് ആണെന്നുണ്ടെങ്കിൽ നിശ്ചലാവസ്ഥയെക്കുറിച്ചിട്ടുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. ഇനി ഈ ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. എന്താ ആപേക്ഷികം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൻ്റെ ചലനത്തെ മറ്റൊരു വസ്തുവിൻ്റെ ചലനവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ കഴിയുള്ളൂ, അല്ലേ? ചലനം ആപേക്ഷികമാണ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ചലനത്തെ, അതായത് ആ വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വസ്തുവിൻ്റെ ചലനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടേ നമുക്കത് ചലിക്കുകയാണോ അതോ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് പറയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചലനം ആപേക്ഷികമാണ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി, അല്ലേ? അതായത് നമ്മൾ പറഞ്ഞു ചലനം, ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അതോ അത് നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു വസ്തുവിൻ്റെ ചലനവുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ കമ്പയർ ചെയ്യണം, അല്ലേ? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വസ്തു ചലിക്കുകയാണോ അതോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ റിലേറ്റ് ചെയ്യുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി. അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി എന്നൊക്കെ പറയുന്നത്. ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ റെസ്റ്റിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു നിൽക്കുകയാണ്. അപ്പോൾ റോഡിലൂടെ ഒരു വണ്ടി പോവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അപേക്ഷിച്ചിട്ട് വണ്ടി എന്താണ്? ചലിക്കുകയാണ്, അല്ലേ? പക്ഷെ വണ്ടിയെ അപേക്ഷിച്ചിട്ട് നമ്മളോ നിശ്ചലാവസ്ഥയിലാണ്. അപ്പോൾ നമ്മളെ അപേക്ഷിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ, വണ്ടീനെ നോക്കുമ്പോൾ നമ്മളാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? റെഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ നമുക്കൊരു വസ്തു ചലിക്കുകയാണോ അല്ലെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതിനെ പറയുന്ന, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചലനം എന്താണെന്ന് പറയാം? ചലനം ആപേക്ഷികമാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഈ ചലനം എന്ന് പറയുന്നത് 3 രീതിയിലുണ്ട്. ഏതാണ്? 1 ഡയമെൻഷണൽ, അതായത് ഏകമാന ചലനം, 2 ഡയമെൻഷണൽ, 3 ഡയമെൻഷണൽ, അല്ലേ? ഇപ്പോൾ ഒരു കുട്ടി ഒരു സൈക്കിളിൽ റോഡിലൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു 1 ഡയമെൻഷണൽ മോഷനാണ്.
ഇനി ഒരാൾ ഒരു വഞ്ചി തുഴഞ്ഞ് ഇങ്ങനെ ഒരു പുഴയിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 2 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും 3 ഡയമെൻഷണൽ മോഷൻ? 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്പേസിലുള്ള മോഷൻ അല്ലേ? ഇപ്പോൾ പട്ടം പറത്തുക, അതുപോലെ പക്ഷി പറക്കുക, പൂമ്പാറ്റകൾ പറക്കുക, ഇതൊക്കെ എന്താണ്? 3 ഡയമെൻഷണൽ മോഷനാണ്. ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. നേർരേഖാ ചലനം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. എന്താ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? നേർരേഖാ ചലനം, ലീനിയർ മോഷൻ. എന്താണ്? നേർരേഖയിലൂടെയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ് നേർരേഖാ ചലനം അല്ലേ? ഇപ്പോൾ റോഡിലൂടെ ഒരു കാർ ഇങ്ങനെ പോവുകയാണ്, എന്താ? നേർരേഖാ ചലനമാണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് വക്രരേഖാ ചലനം? വക്രരേഖാ ചലനം എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? കർവിലീനിയർ മോഷൻ അല്ലേ? കർവിലീനിയർ മോഷൻ എന്നാണ് വക്രരേഖാ ചലനം എന്ന് പറയാം. കർവ് എന്താണ്? വക്രരേഖയിലൂടെയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ് വക്രരേഖാ ചലനം അല്ലേ? വക്രരേഖ എന്ന് പറഞ്ഞാൽ ഒരു കേർവ്ഡ് പാത്ത്, ഒരു കേർവ്ഡ് പാത്തിലൂടെയുള്ള അല്ലെങ്കിൽ ഒരു വക്രരേഖയിലൂടെയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ് വക്രരേഖാ ചലനം എന്ന് പറയുന്നത്. അപ്പൊ നേർരേഖാ ചലനം എന്ന് പറഞ്ഞാൽ നേർരേഖയിലൂടെയുള്ള ഒരു വസ്തുവിന്റെ ചലനം, വക്രരേഖാ ചലനം എന്ന് പറഞ്ഞാൽ വക്രരേഖയിലൂടെ അല്ലെങ്കിൽ ഒരു കേർവ്ഡ് പാത്തിലൂടെയുള്ള വസ്തുവിന്റെ ചലനമാണ് വക്രരേഖാ ചലനം അല്ലെങ്കിൽ കർവിലീനിയർ മോഷൻ എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് ഭ്രമണം. ഭ്രമണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റൊട്ടേഷൻ അല്ലേ? നമ്മളൊക്കെ പറയാറുണ്ട് ഭൂമിയുടെ ഭ്രമണം അല്ലേ? എർത്ത് ഇസ് റിവോൾവിംഗ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് പറയാറുണ്ട് അല്ലേ? അപ്പോൾ എന്താ ഭ്രമണം? ഒരു കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അല്ലെങ്കിൽ അതിന്റെ സെന്റർ അല്ലെങ്കിൽ ആക്സിസ് എന്നൊക്കെ പറയുന്നത് വസ്തുവിനുള്ളിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഭ്രമണം എന്ന് പറയുന്നത്. എന്താണ് ഭ്രമണം? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം അല്ലെങ്കിൽ അതിന്റെ ആക്സിസ് വസ്തുവിന്റെ ഉള്ളിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഭ്രമണം അഥവാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഭൂമിയുടെ ഭ്രമണം തന്നെ പറയാം അല്ലേ? എർത്ത് ഇസ് റിവോൾവിംഗ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി അതിന്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുകയാണ് അല്ലേ? അപ്പോൾ കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഭ്രമണം അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറയാം. അടുത്തതാണ് റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം. ഓക്കെ, റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്താണ്? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, സോളാർ സിസ്റ്റത്തിൽ അല്ലേ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് എങ്ങനെയാണ്? സൂര്യന്റെ ചുറ്റും അല്ലേ? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്താണ് വരുന്നത് ആണല്ലോ. അപ്പോൾ എർത്ത് റിവോൾവിംഗ് അറൗണ്ട് ദ സൺ അല്ലേ? സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, എന്തായിരുന്നു ഭ്രമണം എന്ന് പറഞ്ഞാൽ? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഭ്രമണം റൊട്ടേഷൻ. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റൊട്ടേഷന്റെ എക്സാമ്പിൾ എന്താണ്? ഭൂമിയുടെ ഭ്രമണം അല്ലേ? പരിക്രമണത്തിനാണെന്നുണ്ടെങ്കിൽ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ക്രമാവർത്തന ചലനം എന്ന് പറയുന്നത്. എന്താണ് പീരിയോഡിക് മോഷൻ അല്ലെങ്കിൽ ക്രമാവർത്തന ചലനം? ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ക്രമാവർത്തന ചലനം. ആവർത്തിക്കുക, ക്രമമായി ആവർത്തിക്കുക അല്ലെ? പീരിയോഡിക് മോഷൻ എന്താണ്? ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ. എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഭൂമിയുടെ ഭ്രമണം പറയാം അല്ലേ? എന്താണ് ആവർത്തിച്ചു വരുന്നതല്ലേ? ഭൂമി ഇങ്ങനെ എന്താണ് ആവർത്തിച്ച് വരികയാണ് ഭൂമിയുടെ ഭ്രമണം. അപ്പൊ നമുക്ക് ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആയിട്ട് ഭൂമിയുടെ ഭ്രമണം പറയാം. ഇനി എന്താണ് ക്രമാവർത്തന ചലനം? ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രമാവർത്തന ചലനം അല്ലെങ്കിൽ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ദോലനം. എന്താ ദോലനം? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. എന്താ ഓസിലേഷൻ? ഇപ്പൊ നമ്മൾ +1 +2 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. സിമ്പിൾ പെൻഡുലം അല്ലേ? സിമ്പിൾ പെൻഡുലത്തിന്റെ ചെയ്തിട്ടുണ്ടാവും. എന്താ ചെയ്യുന്നത്? അതിങ്ങനെ മുന്നിലോട്ടും പുറകിലോട്ടും ഇങ്ങനെ എന്താണ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മുന്നിലേക്ക് പോവും, പിന്നെ പുറകിലേക്ക് പോവും. ഇപ്പൊ നമ്മൾ ഈ സീസോ ഒക്കെ കണ്ടിട്ടില്ലേ? പാർക്കിലുള്ള സീസോ, അതിൻ്റെയൊക്കെ ചലനം എന്താണ്? ഈ ദോലനമാണ് അല്ലെങ്കിൽ ഓസിലേഷൻ ആണ്. അപ്പൊ എന്താണ്? ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആണ്
ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് അപ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? സിമ്പിൾ പെൻഡുലം പറയാം, സീസോ പറയാം അല്ലേ. ഇനി ഈ ദോലനങ്ങളെല്ലാം ക്രമാവർത്തന ചലനങ്ങളാണ്. ആണോ? അതെ, ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണ് ദോലനം അല്ലേ. ആദ്യം മുന്നിലോട്ട് പോവും, പിന്നെ പുറകിലോട്ട് വരും, പിന്നെ മുന്നിലോട്ട് പോവും. അപ്പോൾ എന്താണ്? ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനമാണല്ലോ ക്രമാവർത്തന ചലനം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദോലനം എന്താണെന്ന് പറയാം? ഒരു ക്രമാവർത്തന ചലനമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ക്രമാവർത്തന ചലനങ്ങളെല്ലാം എന്തല്ല? ദോലനങ്ങളല്ല. ഓക്കെ, ശ്രദ്ധിക്കണം. ദോലനങ്ങൾ എല്ലാം ക്രമാവർത്തന ചലനങ്ങൾ ആണ്. പക്ഷേ ക്രമാവർത്തന ചലനങ്ങളെല്ലാം എന്തല്ല? ദോലനങ്ങൾ അല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ദോലനത്തിന് ഒരു എക്സാമ്പിൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് എന്തിനൊരു എക്സാമ്പിളാണ്? ക്രമാവർത്തന ചലനമാണ് അല്ലേ. ഇപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രമാവർത്തന ചലനമാണ്. അതായത് ദോലനങ്ങൾ എല്ലാം ക്രമാവർത്തന ചലനങ്ങളാണ്, പക്ഷേ ക്രമാവർത്തന ചലനങ്ങളെല്ലാം എന്തല്ല? ദോലനങ്ങൾ അല്ല. അതും കൂടി മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അടുത്തത് വരുന്നതാണ് വർത്തുള ചലനം, അതായത് സർക്കുലാർ മോഷൻ. വർത്തുള ചലനം, സർക്കുലാർ മോഷൻ. എന്താണ്? പേരിലുള്ളതുപോലെ തന്നെ സർക്കുലർ, സർക്കിൾ, വൃത്തപാതയിലൂടെയുള്ള വസ്തുവിൻ്റെ ചലനമാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. വൃത്തപാതയിലൂടെയുള്ള വസ്തുവിൻ്റെ ചലനമാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലാർ മോഷൻ. ഇനി എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ചക്രം ഇല്ലേ, ആ ചക്രത്തിൻ്റെ കറക്കം എങ്ങനെയാണ്? വൃത്തപാതയിലാണ് അല്ലേ. അപ്പം നമുക്ക് വർത്തുള ചലനത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് അത് പറയാം അല്ലേ. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം എന്താണ്? ഒരു സർക്കുലാർ മോഷനാണ് അല്ലെങ്കിൽ ഒരു വർത്തുള ചലനമാണ്. പേരിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പഠിച്ച എന്തൊക്കെയായിരുന്നു? ഭ്രമണം പഠിച്ചു, പരിക്രമണം, ക്രമാവർത്തന ചലനം, ദോലനം, വർത്തുള ചലനം ഇല്ലേ. ഇനി ഇതിനെ വെച്ചിട്ട് നമുക്ക്, അതായത് വർത്തുള ചലനത്തിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായിരുന്നു ചോദ്യം? ഒരു ഘൂർണ ചലനത്തിന് ഉദാഹരണം ഏത്? ഒരു ഘൂർണ ചലനത്തിന് ഉദാഹരണം ഏത്? അതായത് ഘൂർണ ചലനം എന്ന് പറഞ്ഞാൽ വർത്തുള ചലനത്തെ പറയുന്ന മറ്റൊരു പേരാണ് ഘൂർണ ചലനം. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കുക. ഘൂർണ ചലനം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? വർത്തുള ചലനം തന്നെയാണ്, സർക്കുലാർ മോഷൻ ആണ്. വർത്തുള ചലനത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഘൂർണ ചലനം. അപ്പോൾ ചോദ്യം ഇതാണ്, ഒരു ഘൂർണ ചലനത്തിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്ക് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം അല്ലെങ്കിൽ ഏതൊരു സർക്കുലർ മോഷനിലുള്ള ഒരു ഏത് എക്സാമ്പിളും എടുക്കാം. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, വർത്തുള ചലനം എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ഘൂർണ ചലനം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് പ്രൊജക്ടൈൽ. പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിലൂടെ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയാം. അന്തരീക്ഷത്തിലൂടെ ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? നമ്മൾ സ്പോർട്സിലൊക്കെ കണ്ടിട്ടില്ലേ? ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ അല്ലേ. ഒക്കെ എങ്ങനെയാ? നമ്മളിങ്ങനെ ചരിച്ച് വിക്ഷേപിക്കുന്ന സംഭവങ്ങളല്ലേ. ഇനി ഈ പ്രൊജക്ടൈലിൻ്റെ പാതയെ പറയുന്ന ഒരു പേരുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്ടൈലിൻ്റെ പാതയെ പറയുന്ന പേരാണ് പാരബോള. പ്രൊജക്ടൈൽ മോഷനിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, എൽ ഡിയിലൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രൊജക്ടൈലിൻ്റെ പാത പറയുന്ന പേര് എന്താണ്? പാരബോള എന്നാണ്. പാരബോള എന്നാണ് നമ്മൾ പ്രൊജക്ടൈലിൻ്റെ പാതയെ പറയുന്നത്. ഇനി ഈ പ്രൊജക്ടൈലിൻ്റെ എന്താണ്? അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്ന ഒരു കോണളവുണ്ട്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ കൂടിയ റേഞ്ച് കിട്ടുന്ന കോണളവ്, പ്രൊജക്ടൈൽ മോഷനിൽ ഏറ്റവും കൂടിയ റേഞ്ച് കിട്ടുന്ന കോണളവ് എത്രയാണ്? 45 ഡിഗ്രിയിലാണ് ഏറ്റവും കൂടിയ റേഞ്ച് കിട്ടുന്ന കോണളവ്. എത്രയാണ്? 45 ഡിഗ്രിയിലാണ്. നമ്മൾ 45 ഡിഗ്രിയിൽ ചരിച്ച് വിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടിയ റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൊജക്ടൈൽ ശ്രദ്ധിക്കേണ്ട എന്താ? അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ജാവലിനും ഡിസ്കസും ഒക്കെ നമ്മൾ പറയാം. പ്രൊജക്ടൈലിൻ്റെ പാത എന്ന് പറയുന്നത് പാരാബോള ഷേപ്പാണ്. പാരാബോള ഷേപ്പാണ്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടിയ റേഞ്ച് കിട്ടുന്ന കോണളവ് ഏതാണ്? 45 ഡിഗ്രി ആണ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചലനവുമായി ബന്ധപ്പെട്ട് കുറച്ച് പദങ്ങളുണ്ട്, അതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്.
ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, വെലോസിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.